ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ചെറിയൊരു വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളെ ദുബായിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഡിസേർട്ട് സഫാരി ആണല്ലോ. അപ്പം അവിടെ ജസ്റ്റ് ഒന്ന് പോയി കാണാൻ വേണ്ടിയിട്ടൊരു സാഹചര്യം കിട്ടി. അങ്ങനെ പോയി കണ്ടതാണ്. ഇക്കടെ ഓഫീസിൽ 1 ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇക്കാണ് അത് കോർഡിനേറ്റ് ചെയ്യുന്നത്. അങ്ങനെ അവിടുത്തെ ക്യാമ്പ് കാര്യങ്ങൾ ഒന്ന് ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് അവിടെ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ടെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയപ്പോൾ എന്നെയും കൂടെ കൂട്ടി. അങ്ങനെ ഞാൻ അവിടെ പോയിട്ട് കുറച്ച് വീഡിയോസ് എടുക്കാൻ എനിക്ക് പറ്റി. അപ്പോൾ കയറിപ്പോകുന്ന ഭാഗത്തായിട്ട് നമ്മളെ ക്യാമലൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട്. ഈ ക്യാമൽ റൈഡിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ കോഡ് ബൈക്ക് ഉണ്ട്. കോഡ് ബൈക്ക് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഡെസേർട്ടിൽ പോയിട്ട് റൈഡൊക്കെ ചെയ്യാൻ വേണ്ടി പൊളിയായിരിക്കും കേട്ടോ കോഡ് ബൈക്കിലൊക്കെ റൈഡ് ചെയ്യുന്നത്. പിന്നെ കയറിപ്പോകുന്ന എൻട്രി ഇങ്ങനെയാണ്. പിന്നെ മെയിൻ സ്റ്റേജ് എന്ന് പറയുന്നത് ഇതായി കാണുന്ന ഭാഗമാണ്. നടുക്കായിട്ടൊരു സ്റ്റേജ് പോലത്തെ ഒരു ഭാഗമുണ്ട്. അവിടെയാണ് ഷോസൊക്കെ നടക്കുന്നത്. ചുറ്റിലും പിന്നെ ഓഡിയൻസിന് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് ഷോസൊക്കെ എൻജോയ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ പ്രോഗ്രാംസ് ഒക്കെ ഇങ്ങനെ നടക്കുന്നത് കണ്ടോ. പിന്നെ ഡെസേർട്ട് സഫാരിയിലെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള മെഹല്ലി ഡാൻസ്, അത് നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഫാൽക്കനെയൊക്കെ കണ്ടായിരുന്നു. നമുക്ക് ഫാൽക്കനൊക്കെ കയ്യിലെടുത്ത് വെച്ചിട്ട് അടിപൊളി ഫോട്ടോസൊക്കെ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അത് പേ ആണെന്ന് തോന്നുന്നു. സൈഡിലായിട്ട് പിന്നെ ലൈവായിട്ട് കബാബൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ പിള്ളേർക്ക് ഇരിക്കാൻ പറ്റിയ ഹാങ് ചെയ്ത ഊഞ്ഞാലൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡോംസിനെയൊക്കെ കണ്ടു. നമുക്ക് ഒരു ദിവസം നമുക്ക് സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ 750 ദിറംസ് ആണെന്ന് തോന്നുന്നു അവർ പേ ചെയ്യുന്നത്. നല്ല അടിപൊളി റൂമാണ്. ബെഡൊക്കെ അടിപൊളി ബെഡും AC ഒക്കെ ഫിറ്റ് ചെയ്തിട്ടുള്ള നല്ലൊരു റൂമാണ് കേട്ടോ. അതിൻ്റെ ഫ്രണ്ടിലായിട്ടും ചെയറൊക്കെ അവർ ഇട്ടിട്ടുണ്ട്. നമുക്ക് അവിടെ ഇരുന്നിട്ടും പുറത്തുള്ള വ്യൂ ഒക്കെ കാണാം, ഷോസൊക്കെ കാണാൻ പറ്റുന്ന രീതിയിലാണ്. പിന്നെ ഫുഡിൻ്റെ ഏരിയയിലോട്ട് പോയപ്പോഴത്തേക്കും ഒരുപാട് ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ. ഫുഡിൻ്റെ കാര്യത്തിലൊന്നും ഒരു ടെൻഷനും വേണ്ട. നല്ല രീതിയിലുള്ള ഫുഡാണ് കേട്ടോ. ഗ്രില്ലുണ്ട്. പിന്നെ അതുപോലെ തന്നെ പുലാവ്, റൈസ്, കറി തന്നെ ചിക്കൻ കറി, ദാൽ കറി, അതുപോലെ പൊട്ടറ്റോ സ്മാഷ് ചെയ്തത്, ഒരുപാട് കറി ഉണ്ടായിരുന്നു. പാസ്ത ഉണ്ടായിരുന്നു, നൂഡിൽസ് ഉണ്ടായിരുന്നു. നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ്. ബഫേ സിസ്റ്റമാണ് കേട്ടോ. അപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിലൊന്നും ഒരു ടെൻഷന് വേണ്ട. ഈ ഒറ്റക്കാലം കുതിരയെ കണ്ടോ, ഞാൻ പെട്ടെന്ന് അതൊന്ന് ശ്രദ്ധിച്ചായിരുന്നു കേട്ടോ. അതിൻ്റെ കാലെവിടെ പോയി എന്ന് നോക്കിയായിരുന്നു. പാസ്തയുണ്ട്, അതുപോലെ നൂഡിൽസ്, കറികൾ തന്നെ ഒരുപാടുണ്ട്. പിന്നെ ഒരുപാട് സാലഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്ത് കഴിക്കാം. അപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിലൊന്നും ഒരു ടെൻഷനും വേണ്ട. ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇത് ഡെസേർട്ട് സഫാരി എൻജോയ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട് കേട്ടോ. ഇത് വീക്ക് ഡേയ്സിലാണ്, എന്നിട്ട് പോലും ഇത്രയധികം തിരക്കാണ്. അപ്പോൾ വീക്കെൻഡൊക്കെ ആകുമ്പോൾ ഉള്ളൊരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. നല്ല തിരക്കായിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ അങ്ങോട്ട് ദുബായിൽ വിൻ്റർ ആയതുകൊണ്ട് ഒരുപാട് പുറത്തുനിന്നൊക്കെ ഒരുപാട് ആൾക്കാർ ദുബായിലോട്ട് വരുന്ന ഒരു ടൈമും കൂടെ അല്ലേ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പിന്നെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഇക്കായും കുറച്ച് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചായിരുന്നു. ഞങ്ങളെ വണ്ടി എടുക്കുന്ന സ്ഥലത്തേക്ക് അവർ നമ്മളെ ഡ്രോപ്പ് ചെയ്തായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. നെക്സ്റ്റ് വീഡിയോ നല്ല വീഡിയോസായിട്ട് വരാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ, ബൈ ബൈ.